തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ അവസാന 2 കാണ്ഡങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. അതായത് സാധകന്മാർ, അപക്വരായ സാധകന്മാരുണ്ട്, പക്വരായ സാധകരുണ്ട്. അപക്വരായ സാധകർ എന്ന് വെച്ചാൽ പാകം വരാത്ത സാധകർ, പരിമിതമായ ബോധോദയത്തിന് വേണ്ടി ശ്രമിക്കുന്ന അപക്വരായിട്ടുള്ളവർ. പിന്നെ ബോധസ്വരൂപനായ ശിവനെ സാക്ഷാത്കരിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ സമീപിക്കുന്ന പക്വരായ സാധകന്മാർ. ഈ അപക്വരായ സാധകന്മാർ പലപ്പോഴും യഥാർത്ഥ ഗുരുവിനെയല്ല തേടുന്നത്. അതേസമയം പക്വരായ സാധകന്മാർ യഥാർത്ഥ ഗുരുവിനെ തന്നെ സ്വീകരിക്കുന്നു. ഇവിടെയും ശിവാനുഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ശിവാനുഗ്രഹമുള്ളവർക്ക് സദ്ഗുരുവിനെ ലഭിക്കുന്നു, അല്ലാത്തവർക്ക് ആ സദ്ഗുരുവിനെ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂല ദേവൻ അപക്വൻ എന്നും പക്വൻ എന്നും വിശേഷണത്തിലൂടെ തൻ്റെ ചിന്താഗതികളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. അജ്ഞാനമകറ്റും സദ്ഗുരുവിനെ കൈക്കൊള്ളില്ല, അജ്ഞാനമകറ്റാത്ത ഗുരുവിനെ പ്രാപിച്ചിടും. ഭ്രാന്തിയും ഭ്രാന്തിയും ചേർന്നിട്ട് ഒരേ ഭ്രാന്തിയായി ഭ്രാന്തനും പോയി പടുകുഴിയിൽ വീണൊടുങ്ങും. അപക്വനായ സാധകൻ, അതായത് പാകം വരാത്ത അപക്വനായ സാധകൻ സാക്ഷാൽ ബോധത്തെയല്ല ലക്ഷ്യമാക്കുന്നത്, ശിവനെയല്ല ലക്ഷ്യമാക്കുന്നത്, ശിവൻ്റെ വിഭൂതികളെയാണ്, ശിവൻ്റെ ഐശ്വര്യങ്ങളെ മാത്രം താല്പര്യം കാണിച്ച് ഗുരുവിനെ തേടുന്നവരുമുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള സാധകന്മാരുണ്ട്. അതിൽ ചിലർ സാക്ഷാൽ ശിവസായുജ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ സാധകന്മാർ. അവർക്ക് സദ്ഗുരുവിനെയാണ് വേണ്ടത്. എന്നാൽ അപക്വരായ ചില സിദ്ധികൾ നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതേപോലെ ഭൗതികമായ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഗുരുവിനെ സമീപിക്കുന്നവരുണ്ട്. അവർ പലപ്പോഴും അസത്തായ ഗുരുക്കന്മാരെ, സത്തല്ലാത്ത ഗുരുക്കന്മാരെ തേടി അവർ നശിക്കുന്നു. അങ്ങനെ അപക്വതയും പക്വതയും നിറഞ്ഞ സാധകന്മാരെ കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. നോക്കൂ, അജ്ഞാനമകറ്റും സദ്ഗുരുവിനെ കൈക്കൊള്ളില്ല. ശരിക്കും സദ്ഗുരുവിനെയാണ് ഒരു സാധകൻ തിരയേണ്ടത്. സദ്ഗുരു എന്താണ് ചെയ്യുക? അജ്ഞാനമകറ്റും. സദ്ഗുരു എപ്പോഴും സാധകൻ്റെ മനസ്സിലെ അജ്ഞാനത്തെ അകറ്റുന്ന ഗുരുവായിരിക്കും. ഇദ്ദേഹത്തെയാണ് സദ്ഗുരു എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സാധകൻ്റെ മനസ്സിലെ അജ്ഞാനത്തെ പൂർണ്ണമായും അകറ്റുന്നത് ആരോ അയാളാണ് സദ്ഗുരു. എന്നാൽ അജ്ഞാനമകറ്റാത്ത ഗുരുവിനെ ചിലർ പ്രാപിച്ചിടും. ചില സാധകന്മാർ അജ്ഞാനമകറ്റുന്ന ഗുരുവിനെയല്ല, ചില സിദ്ധിവിശേഷങ്ങളുടെ പിന്നാലെ പാഞ്ഞുപോയി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ സമീപിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഗുരുക്കന്മാരും ഈ ഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഭ്രാന്തിയും ചേർന്നിട്ട് ഒരേ ഭ്രാന്തിയായി. ഇവിടെ ഭ്രാന്തിയാണ് സാധകന്. ലൗകിക സുഖഭോഗങ്ങൾ നേടാൻ വേണ്ടിയുള്ള ഒരു ഭ്രാന്തിയാണ് ഈ ജീവിതത്തിലെ ഭ്രാന്തമായ തലങ്ങളെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന സാധകൻ. അതേപോലെ തന്നെ ഗുരു എങ്ങനെയുള്ളവനാണ്? ഭ്രാന്തി നിറഞ്ഞ ഗുരുവാണ്. ചില സിദ്ധികളുടെ പിന്നാലെ പോയി സാധകന്മാരെ ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രം സഹായിക്കുന്ന ഗുരുക്കന്മാർ. അവർക്കൊരിക്കലും സാധകൻ്റെ ഉള്ളിലെ അജ്ഞാനത്തെ മാറ്റാൻ കഴിയില്ല.
ഇതാണ് സദ്ഗുരുവും അല്ലാത്ത ഗുരുവും തമ്മിലുള്ള വ്യത്യാസം. സദ്ഗുരു എപ്പോഴും ശ്രമിക്കുന്നത് സാധകൻ്റെ മനസ്സിലെ അജ്ഞാനത്തെ മാറ്റി അവിടെ ജ്ഞാനഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഉള്ള ശിവനെ തെളിയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സദ്ഗുരു ചെയ്യുന്നത്. എന്നാൽ മറ്റ് ചില ഗുരുക്കന്മാർ, പാകം വരാത്ത ഗുരുക്കന്മാർ, അതായത് സിദ്ധികളുടെ പിന്നാലെ മാത്രം പാഞ്ഞുപോയി ഭൗതിക സുഖഭോഗങ്ങളെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഗുരുക്കന്മാർ ആ സാധകന്മാരെ പടുകുഴിയിലേക്ക്, ഭൗതികതയുടെ പടുകുഴിയിലേക്ക് നയിക്കുന്നു. അവർക്കൊരിക്കലും സാധകൻ്റെ മനസ്സിലെ അജ്ഞാനത്തെ മാറ്റാൻ കഴിയില്ല. ഇതാ നോക്കൂ, ഭ്രാന്തിയും ചേർന്നിട്ട് ഇവിടെ അങ്ങനെയുള്ള ഗുരുക്കന്മാർ ഭ്രാന്തമായ ഗുരുക്കന്മാരാണ്, ഭ്രാന്തിയുള്ള ഗുരുക്കന്മാർ. സാധകന്മാരും എങ്ങനെയുള്ളവരാണ്? ഭ്രാന്തിയുള്ളവരാണ്. അങ്ങനെ ഭ്രാന്തിയും കൂടി ചേർന്ന് മുഴുഭ്രാന്തിയായി മാറുന്നൊരവസ്ഥ. അപ്പോൾ ഇവിടെ ഗുരുവും ഭ്രാന്ത്, ശിഷ്യനും ഭ്രാന്ത്. അങ്ങനെ രണ്ടുപേരും ഭൗതിക സുഖഭോഗങ്ങളുടെ ഭ്രാന്തിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവരാണ്. ഭ്രാന്തനും പോയി പടുകുഴിയിൽ വീണൊടുങ്ങും. അങ്ങനെ ഭ്രാന്തനും പടുകുഴിയിൽ വീണൊടുങ്ങും. എന്നാൽ സന്മാർഗിയായ സത്മാർഗത്തിൽ ചരിക്കുന്ന യഥാർത്ഥ സദ്ഗുരു എപ്പോഴും പടുകുഴിയിൽ വീണ് കിടക്കുന്ന സാധകനെ ജ്ഞാനഭൂമിയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഒരു സാധകൻ എങ്ങനെയുള്ളവനായിരിക്കും? അപക്വനായ സാധകനാണ് എങ്കിൽ എപ്പോഴും അയാൾ ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി, ഏതെങ്കിലും ചില സിദ്ധിവിശേഷങ്ങൾ കൈവരിക്കാൻ വേണ്ടി തങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാക്കുന്ന ഒരു ഗുരുവിനെ സമീപിക്കും. ആ ഗുരുവും ഇങ്ങനെയുള്ള സാധകനെ പോലെയുള്ള ഭൗതിക സുഖഭോഗങ്ങളിൽ ആണ്ട് നിൽക്കുന്നവനായിരിക്കും. അങ്ങനെ ഭ്രാന്തിയും ചേർന്ന് മുഴുഭ്രാന്തിയിലേക്ക് മാറുന്നു. ഉള്ളവർ ഭ്രാന്തനും പോയി പടുകുഴിയിൽ, അങ്ങനെ ഗുരുവും ശിഷ്യനും ഒരേപോലെ പടുകുഴിയിൽ പതിക്കുന്നൊരവസ്ഥയാണ് സംജാതമാകുന്നത്. ഇതൊക്കെ ചിത്തത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. മനസ്സിലെ വികാരങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ സാധകൻ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി തിരയുന്നത്. അതുപോലെ തന്നെ ഗുരുവും ഭൗതിക സുഖഭോഗങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുമ്പോൾ ഈ പടുകുഴിയിൽ വീണു പോകും. യോഗവാസിഷ്ടം എന്ന കൃതിയിൽ ഇത് വിവരിക്കുന്ന ഒരു കഥയുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. ഇതാ ചിത്തോപാഖ്യാനം എന്നാണ് ആ ഭാഗത്തിൻ്റെ പേര്. ഇതാ നോക്കൂ, ഈ ജഗത്തിൽ എല്ലാ ജീവികൾക്കും രണ്ട് ശരീരങ്ങളുണ്ട്. ഒന്ന് എന്തും അതിവേഗം സാധിച്ചു തരുന്നതും ചഞ്ചലവുമായ മനഃശരീരം. മറ്റേത് കാര്യമായി ഒന്നിനും പ്രയോജനപ്പെടാത്ത മാംസനിർമ്മിതമായ ബാഹ്യശരീരം. ഇത്രയും വസിഷ്ഠൻ പറഞ്ഞതിപ്പോൾ രാമൻ ചോദിക്കുകയാണ്, മഹർഷേ, ജഡവും ആകൃതിയൊന്നുമില്ലാത്തതും സങ്കല്പപ്രധാനവുമായുള്ള ഈ മനസ്സിൻ്റെ കാര്യം അല്പം എനിക്കൊന്ന് വിസ്തരിച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് വസിഷ്ഠ മഹർഷി ഒരു കഥ പറയുകയാണ്. ആ കഥ ഇതാണ്. ഇതാ നോക്കൂ, ആദ്യം മനസ്സിനെ പറ്റി പറയണം. ബോധസ്വരൂപമായ ആത്മതത്വം അനന്തമാണ്, സർവശക്തിമത്താണ്, സർവവ്യാപിയാണ്. അതിൻ്റെ സങ്കല്പശക്തി രൂപം കൊള്ളുന്നതാണ് മനസ്സ് എന്ന് പറഞ്ഞിട്ട് പറയണം. ഉണ്ട് ഇല്ല എന്നിങ്ങനെ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അനുഭവങ്ങളുടെ മധ്യേ ഓടി നടക്കുന്ന ചഞ്ചലമായൊരു പദാർത്ഥമാണ് മനസ്സ്. ചിലർ ഉണ്ടെന്ന് അനുഭവിക്കുമ്പോൾ തന്നെ അത് പലതും ഇല്ലെന്ന് അനുഭവിക്കുന്നു. ഈ അനുഭവങ്ങളോട് കൂടി എല്ലാം സൃഷ്ടിക്കുന്ന പദാർത്ഥമാണ് മനസ്സ്. ബോധസത്യത്തിൽ എവിടെ നിന്നോ കയറി വന്ന ഈ ചിത്തം എന്തോ ഒന്നാണ്. നിഷ്കൃഷ്ടമായ എന്താണെന്ന് പറയാൻ അസാധ്യം. അങ്ങനെയുള്ള മനസ്സിൽ നിന്ന് ആത്മാവിനെ മുക്തമാക്കാനുമായി
മുക്തമാക്കാനായി യുക്തികളിൽ കൂടി നിത്യം യത്നിക്കേണ്ടതാണ്. അതിനായി ഞാൻ ചിത്തത്തിൻ്റെ ഒരു കഥ നിനക്ക് പറഞ്ഞു തരാം. ഇതാ എന്ന് പറയണ അതിവിസ്താരമേറിയ ഒരു മഹാവനമാണ് ഇവിടെ മനസ്സ്. ആ കഥ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് എടുക്കാം. അതിവിസ്തൃതമേറിയ ഒരു മഹാവനം, അതിഭീഷണം, ശൂന്യം, 100 യോജനകൾ, അതിൽ വെറും ഒരു കോണ് മാത്രം. ഈ വനത്തിൽ ഒരു പുരുഷൻ, അയാൾക്ക് 1000 കൈകൾ, 1000 കണ്ണുകൾ, സദാ വ്യാകുല ഹൃദയൻ, വികൃതമായ ആകൃതി. അയാൾ തൻ്റെ 1000 കൈകളിലും ഇരുമ്പുലക്കയെടുത്തിട്ട് സ്വയം മുതുകത്തിട്ടടിക്കുന്നു. അയാൾ ഇരുമ്പുലക്ക എടുത്തിട്ട് സ്വന്തം മുതുകത്ത് അടിച്ച് വേദനിപ്പിക്കുന്നു. എന്നിട്ട് ഓടുന്നു. ഉറക്കെ തന്നെ മുതുകത്തട്ട് അടിച്ചിട്ട് 100 യോജന ദൂരം ഓട്ടം തുടരുന്നു. നിലവിളിച്ചുകൊണ്ട് വളരെ ദൂരം ഓടിയ ശേഷം ക്ഷീണിച്ച് വിവശനായി അവയവങ്ങളൊക്കെ തളർന്ന് വലിയ അന്ധകൂപത്തിൽ വീണ്ടും ചെന്ന് വീഴുന്നു. കൂരിരുട്ടുകൊണ്ട് നിറഞ്ഞ ആകാശം പോലെ വിസ്താരമുള്ള അന്ധകൂപം. അങ്ങനെ കുറേ കാലം അതിൽ കിടന്ന ശേഷം അതിൽ നിന്ന് പുറത്തു വരുന്നു. പുറത്തെത്തിയാൽ ഉടൻ തന്നെ പഴയ പോലെ മുതുകത്തിട്ട് അടിച്ചിട്ട് വീണ്ടും ഓടുന്നു. വീണ്ടും അതിദൂരം ഓടി പച്ചിലച്ചെടികൾ കൊണ്ട് നിറഞ്ഞ ഒരു കാട്ടിലെത്തിച്ചേരുന്നു. തീയിൽ ഈയാമ്പാറ്റ പോലെ മുള്ളുകൊണ്ട് നിറഞ്ഞ ആ കാട്ടിൽ വെന്ത് കുറേ നാൾ കഴിച്ചു കൂട്ടുന്നു. ആ കാട്ടിൽ നിന്ന് പുറത്ത് വന്നാൽ ഉടൻ തന്നെ വീണ്ടും മുതുകത്തടിക്കുന്നു, ഓടുന്നു. വളരെ ദൂരം ഓടിയിട്ടും ചന്ദ്രികാചർച്ചിതമായ കദളീവനത്തിൽ ചിരിച്ചുകൊണ്ട് കടന്നു കയറുന്നു. അവിടെ നിന്ന് പുറത്തു വന്നാൽ പഴയപടി മുതുകത്തട്ടടിക്കുന്നു, ഓടുന്നു. ഓടിത്തളർന്ന് പണ്ടത്തെ അതേ അന്ധകൂപത്തിൽ വീണ്ടും ചെന്ന് വീഴുന്നു. അന്ധകൂപത്തിൽ നിന്ന് കരകയറി വീണ്ടും കദളീവനത്തിൽ നിന്ന് വീണ്ടും പച്ചിലക്കാട്ടിൽ നിന്ന് വീണ്ടും അന്ധകൂപത്തിൽ നിന്ന് വീണ്ടും കദളീവനത്തിൽ. ഇങ്ങനെ മുതുകത്തിട്ടടിച്ചും ഓടിയും ചെന്ന് വീണും ആ പുരുഷൻ സ്വവ്യാപാരം തുടരുന്നു. ഇപ്രകാരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാപാരം കണ്ട് ഒരു വിവേക പുരുഷൻ അയാളെ വഴിക്ക് തടഞ്ഞു നിർത്തി ചോദിച്ചു, നീ ആരാണ്? എന്താണ് ഈ കാണിക്കുന്നത്? എന്താണിതൊക്കെ? നിനക്ക് എന്താണ് ആഗ്രഹം? ക്ഷീണിതനായി എന്തിനിങ്ങനെ ചുറ്റി നടക്കുന്നു? ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, മോനെ, ഞാൻ ആരുമല്ല, ഇതൊന്നുമല്ല, ഞാൻ എന്തോ ചെയ്യുന്നു. നിങ്ങളെന്നെ എന്തിന് തടഞ്ഞു നിർത്തി? നിങ്ങളെൻ്റെ ശത്രുവാണ്. നിങ്ങളെന്നെ പിടിച്ചു കളഞ്ഞു. ഞാൻ നശിച്ചു. എനിക്ക് ദുഃഖവും സുഖവും ഉണ്ടാക്കുവാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞ് വാടിക്കുഴഞ്ഞ തൻ്റെ അവയവങ്ങളെ നോക്കി ദീനം മഴയ്ക്ക് മുൻപുള്ള മേഘത്തിന് തുല്യം ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് കരച്ചിലൊക്കെ മതിയാക്കി തളർന്നു വീഴാറായ തൻ്റെ അവയവങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് വിവേകപുരുഷൻ്റെ മുൻപിൽ വെച്ച് തന്നെ സംഭ്രമത്തോടുകൂടി അയാൾ തൻ്റെ അവയവങ്ങളെ ഓരോന്നൊന്നായി ദൂരെ വലിച്ചെറിയാൻ തുടങ്ങി. ആദ്യം അതിദാരുണമായുള്ള തല വീണു, അതിനുശേഷമായി കൈകൾ വീണു, വയറെല്ലാം നിലംപതിച്ചു. ഇങ്ങനെ അതിവേഗം ഓരോന്നോരോന്നായി തൻ്റെ അവയവങ്ങളെ ഉപേക്ഷിച്ചിട്ട് നീതിയെ പിന്തുടർന്ന് അയാൾ എങ്ങോട്ടോ പോയി മറഞ്ഞു. ഇതിൻ്റെ ഈ കഥയുടെ ഗൂഢാർത്ഥങ്ങൾ വസിഷ്ഠ ഭഗവാൻ രാമന് വിവരിച്ചു കൊടുക്കുന്നു. നോക്കൂ, അപ്പോഴേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. വീരനായ ഹേ രഘുനാഥ, ഞാൻ നിനക്കിതിൻ്റെ ഗൂഢാർത്ഥങ്ങൾ പറഞ്ഞുതരാൻ, കേട്ടോളൂ. ആ കൊടുങ്കാടോ അതിലെ പുരുഷനോ ദൂരത്തല്ല, അനന്തവും അഗാധവുമായ ബോധാകാശത്തിലെ ശൂന്യമായ സംസാര കോലാഹലം തന്നെയാണ് ഈ മഹാവനം. അവിടെ പല ആകൃതി കൈക്കൊണ്ട് ഓടി നടന്ന് ദുഃഖത്തിൽ അണ്ടുഴലുന്ന പുരുഷന്മാർ മനസ്സല്ലാതെ മറ്റാരുമല്ല. വിവേകമാണ് അവരെ പിടിച്ചു നിർത്തി ചോദ്യം ചോദിക്കുന്നത്. കണ്ടോ, ഇവിടെ സദ്ഗുരുവാണ് ഈ വിവേകം. സദ്ഗുരു വന്നിട്ട് അയാളെ യഥാർത്ഥത്തിലേക്ക് നയിക്കും. അതേസമയം സദ്ഗുരു അല്ലാത്ത ഒരു ഗുരു അയാളെ വീണ്ടും ഈ അന്ധകൂപത്തിലേക്ക് തള്ളിയിടുക തന്നെ
ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സദ്ഗുരുവിന് മാത്രമേ അന്ധകാരത്തിൽ കിടന്നുഴലുന്ന ചിത്തത്തെ അതിൽ നിന്ന് മോചിപ്പിച്ച് ബോധസ്വരൂപത്തിൽ ലയിപ്പിക്കാൻ കഴിയൂ. അതേസമയം അന്ധകാര നിമിടത്തിൽ കഴിയുന്ന ഒരു അയഥാർത്ഥ ഗുരു എപ്പോഴും സാധകനെ ഈ അന്ധകൂപത്തിൽ തന്നെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നിടുന്നു. ചിലപ്പോൾ കദളി വനത്തിലായിരിക്കാം, ചിലപ്പോൾ കൊടും കാട്ടിലായിരിക്കാം. അങ്ങനെ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പോൾ ഏതായാലും സത്യസന്ധനായ അല്ലെങ്കിൽ ബോധസ്വരൂപനായ സദ്ഗുരുവിന് മാത്രമേ ഒരു സാധകനെ അന്ധകൂപമായ ഈ മഹാവനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. അല്ലാത്തവർ ഭ്രാന്തനോട് ചേർന്ന് മുഴുഭ്രാന്തിലേക്ക് അവസാനിക്കുന്ന അന്ധകാരത്തിൻ്റെ ഈ മഹാവനത്തിലേക്ക് സാധകനെ വീണ്ടും തള്ളിയിടുക തന്നെ ചെയ്യും. ഇതാണ് ഈ ശ്ലോകത്തിൽ തിരുമൂലദേവൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. മാനസത്തിങ്കൽ മായാദർപ്പണമൊന്നുണ്ടാകും, ഓർമ്മയെങ്കിൽ അതിൻ ഛായ നിഴലിക്കുന്നില്ല. വൃത്തിയറ്റാലും തിരോധന ശക്തിയാൽ പുറം കണ്ണാടി നോക്കിയാൽ പോൽ കാണാതിരിക്കും കാഴ്ച. അപ്പോൾ ഈ യോഗവാസിഷ്ഠത്തിലെ കഥ തന്നെയാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, മനസ്സെന്ന മായാ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന ആത്മാവിൻ്റെ ചൈതന്യബിംബമാണ് നാം കാണുന്നത്. കണ്ടോ, മനസ്സെന്ന മായാ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് എന്താണ്? ആത്മാവിൻ്റെ ചൈതന്യബിംബം തന്നെയാണ്. അത് ജീവനാണ്. മനസ്സില്ലെങ്കിൽ സൂക്ഷ്മോപാധികളുടെ നിഴൽ കൂടി ജീവനിൽ തങ്ങി നിൽക്കില്ല. അവിദ്യ എന്ന സൂക്ഷ്മോപാധികൾ മനസ്സിൽ തങ്ങി നിൽക്കുവോളം കാലം ജീവത്വവും നിലനിൽക്കും. നിസ്സംഗനായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഫലങ്ങൾ ചേരാത്തവണ്ണം ജ്ഞാനനിലയിലാർന്നു നിൽക്കുക. മനസ്സെന്ന കണ്ണാടിയിൽ ചുറ്റി നിൽക്കുന്ന കുറ്റങ്ങളെല്ലാം, അതായത് കറകൾ തുടച്ചു മാറ്റിയാൽ ആത്മാവ് പ്രകാശിക്കും. അതല്ലാതെ ബിംബമാകുന്ന ആത്മാവിനെ മറന്ന ജീവന്മാർ മനസ്സിലെ മോഹങ്ങളാൽ പ്രതിബിംബമായ സൂക്ഷ്മജീവ ശരീരത്തിനെ ഞാനെന്നഭിമാനിച്ച് ഭോഗാനുഭവങ്ങൾക്ക് കാരണമായ സ്ഥൂല ശരീരങ്ങൾ കൈവരിക്കുന്നു. അപ്പോൾ മനസ്സെന്ന കണ്ണാടിയിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കുമ്പോഴേ ആത്മസൂര്യൻ അതിൽ പ്രതിബിംബിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സത്യമാണ് അവക്വൻ എന്ന കാണ്ഡത്തിൽ തിരുമൂലദേവൻ വിവരിക്കുന്നത്.